നമസ്കാരം. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ലോഞ്ച് എന്ന് പറയുന്നത് 2026 ജൂൺ മാസം 30-ാം തീയതി ടാറ്റയുടെ ഐക്കോണിക് പ്രോഡക്റ്റ് ആയിട്ടുള്ള ടാറ്റ സിയറയുടെ ഇലക്ട്രിക് വേർഷൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റയുടെ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളിൽ ഒന്ന് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. കാരണം ടാറ്റ സിയറ എന്ന് പറയുന്ന വാഹനത്തിന് ആ ഒരു ബാഡ്ജിങ് മാത്രമാണ് പഴയ വാഹനത്തിൽ നിന്നും എടുത്തത്. പക്ഷേ വാഹനം കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഇപ്പം ടാറ്റ മോട്ടോഴ്സിൻ്റെ പഴയ കാലത്തുണ്ടായിരുന്ന ചീഫ് ഡിസൈനർ പ്രതാപ് ബോസ് ഇപ്പോൾ മഹീന്ദ്രയിലേക്ക് മാറിക്കഴിഞ്ഞു. കുറച്ച് കാലം മുമ്പ് മാറിയതാണ്. പിന്നീട് മാർട്ടിൻ ഹുളറിക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജിലെ ഒരു പൊൻതൂവൽ എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു ഡിസൈൻ സ്റ്റൈലിംഗ് ആണ്. കാലികമായിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാട് ഈ ഒരു വാഹനത്തിന് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഫേസ് മുതൽ ലോഞ്ച് വരെ, ഇപ്പം ലോഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ICE വേർഷൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ലോഞ്ച് വരെയുള്ള ഒരു പീരീഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട ടാറ്റ സിയറയുടെ ICE വേർഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് വേർഷൻ, ഇലക്ട്രിക് എന്തായാലും ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ICE വേർഷൻ്റെ രൂപമല്ല അത് ലോഞ്ച് ചെയ്തപ്പോൾ ഉണ്ടായത്. കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4.34 മീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്. അതായത് 4340 മില്ലിമീറ്റർ ലെങ്ത്തും 1841 മില്ലിമീറ്റർ വിഡ്ത്തും 1715 മില്ലിമീറ്റർ ഹൈറ്റും ഉള്ളൊരു വാഹനമാണ്. വീൽ ബേസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2730 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ്. അപ്രോക്സിമേറ്റ്ലി ഒരു 622 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസും ഈ ഒരു വാഹനത്തിനുണ്ട്. 205 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു വാഹനത്തിനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് സ്പേസ് മാനേജ്മെൻ്റ് ആണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഇലക്ട്രിക് പതിപ്പ് 2026 ജൂൺ 30-ാം തീയതി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. കാരണം ടാറ്റ മോട്ടോഴ്സ് ഇനി വലിയ വലിയ വാഹനങ്ങളാണ് അല്ലെങ്കിൽ വലിയ വലിയ ലോഞ്ചുകളാണ് കൊണ്ടുവരാൻ പോകുന്നത്. കാരണം 500 കിലോമീറ്റർ എന്ന് പറയുന്ന മാസ്മരികമായിട്ടുള്ള റേഞ്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിയൽ ടൈം കിട്ടത്തക്ക രീതിയിലാണ് ഇനി മാറ്റങ്ങൾ വരാൻ പോകുന്നത്. മഹീന്ദ്ര എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്ന് കിട്ടിയ കടുത്ത കോമ്പറ്റീഷനാണ് ഇത്തരത്തിൽ പുതിയൊരു വാഹനം അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ഡിസൈൻ ലാംഗ്വേജിൽ പുതിയ ടെക്നോളജിയിലൂടെ മികച്ച ഇലക്ട്രിക് വാഹനങ്ങളെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ ടാറ്റ മോട്ടോഴ്സിന് പ്രചോദനമായത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് Harrier.ev എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട ഒരു വാഹനത്തെ ലോഞ്ച് ചെയ്തത് തന്നെ മഹീന്ദ്രയിൽ നിന്ന് കിട്ടിയ വളരെ നല്ല കോമ്പറ്റീഷൻ കാരണം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഓൾറെഡി നമ്മൾ നമ്മുടെ കോണ്ടൻറ്റിലേക്ക് കടന്നിട്ടുണ്ട്. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു വാഹനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജ് ഇലക്ട്രിക്കിലേക്ക് വരുമ്പോഴും സെയിം ആയിട്ട് തന്നെ നിലനിൽക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഫ്രണ്ട് എല്ലാം ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഈ വാഹനത്തെ കാണുമ്പോഴേ തന്നെ അറിയാം ഇത് സിയറയുടെ EV തന്നെയാണ്. ഇപ്പോൾ Harrier.ev-യും ഹാരിയറിൻ്റെ ICE വേർഷൻ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെയായിരിക്കും ഈ വാഹനത്തിൻ്റെ കേസിൽ. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ ടയറിൻ്റെ കേസിൽ EV സെൻട്രിക് ടയറായിരിക്കും. അതായത് ടയറിനകത്ത് ഇപ്പോൾ ഒരു ഇലക്ട്രിക് വാഹനത്തിന് കാര്യമായിട്ടുള്ള ശബ്ദങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. ശബ്ദമില്ല എന്ന് തന്നെ പറയാം. അതിൻ്റെ ടയർ നോയ്സ് മാക്സിമം കുറയ്ക്കുക എന്നുള്ള രീതിക്ക് ടയറിനകത്ത് ഈ നോയ്സ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ലെയേഴ്സൊക്കെ തീർച്ചയായിട്ടും ആഡ് ചെയ്തിട്ട് അത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ടയേഴ്സ് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. 4 വീൽ ഡിസ്ക് ബ്രേക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിനുണ്ട്. കാരണം ഇത് ഡ്യുവൽ മോട്ടോർ സെറ്റപ്പിലായിരിക്കും ഈ ഒരു വാഹനം വരാൻ പോകുന്നത്. അതൊരു ടോപ്പ് എൻഡിൽ ഒരു ഓപ്ഷനായിട്ട് നമുക്ക് ലഭിക്കും എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് സിംഗിൾ മോട്ടോർ സെറ്റപ്പിലും ഈ ഒരു വാഹനം ലഭിക്കുന്നതായിരിക്കും. ഡ്യുവൽ മോട്ടോർ സെറ്റപ്പൊക്കെ വരുമ്പോഴത്തേക്കും ടോർക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉയരും എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഹാരിയറിൽ കാണുന്ന അതേ ഒരു ഫിഗേഴ്സ് തന്നെയായിരിക്കും ഈ ഒരു വാഹനത്തിലേക്കും വരാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റൈലിഷ് മാത്രമായിരിക്കില്ല ഈ ഒരു വാഹനം. സേഫ്റ്റിയിലൊക്കെ വളരെ മുമ്പിൽ നിൽക്കത്തക്ക രീതിയിലായിരിക്കും ഇനി ടാറ്റ മോട്ടോഴ്സ് അവരുടെ വാഹനങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ലേഔട്ടും പാറ്റേണൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ്. കാരണം CE വേർഷനും ഇലക്ട്രിക്കും തമ്മിൽ ഇൻറ്റീരിയറിലെ എസ്തെറ്റിക് സെൻസിൽ കുറച്ച് വ്യത്യാസങ്ങൾ കൊണ്ടുവരാനും അല്ലെങ്കിൽ ബട്ടൺ ക്വാളിറ്റിയിലും അല്ലെങ്കിൽ ബട്ടൻ്റെ പ്ലേസ്മെൻറ്റും പിന്നെ ഈ .ev ബാഡ്ജിങ് ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ
ചേഞ്ചുകൾ മാത്രമേ വരുത്തുകയുള്ളൂ. അടിസ്ഥാനപരമായിട്ട് വാഹനം എന്ന് പറയുന്ന അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജും അതിൻ്റെ ഡയമെൻഷൻസൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇപ്പോൾ 205 മില്ലിമീറ്ററാണ് ICE വേർഷൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അതിൽ ചെറിയൊരു ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. 65 kWh ബാറ്ററി പാക്കും 75 kWh ബാറ്ററി പാക്കും തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. BYDയിൽ നിന്നും സോഴ്സ് ചെയ്യുന്ന അതേ പ്രിസ്മാറ്റിക് സെൽസ് ഉള്ള അതേ ബാറ്ററി പാക്ക് തന്നെയായിരിക്കും ഈ ഒരു വാഹനത്തിലേക്ക് വരാൻ പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എത്രത്തോളം വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി, എത്രത്തോളം സേഫ്റ്റിയിലുള്ള എൻഹാൻസ്മെൻറ്റ്, മെക്കാനിക്കലി ഈ ഒരു വാഹനത്തിൻ്റെ വരുന്ന ചേഞ്ചുകൾ, സസ്പെൻഷൻ്റെ ഭാഗത്തുള്ള ചേഞ്ചുകൾ, ഇതാണ് തീർച്ചയായിട്ടും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉറ്റുനോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വാഹനം നല്ല പ്രൈസുള്ളൊരു വാഹനം തന്നെയായിരിക്കും. കാരണം ഇതൊരു മിഡ് സൈസ് SUVക്ക് മുകളിൽ പ്ലേസ് ചെയ്യത്തക്ക രീതിയിലായിരിക്കും ഈ ഒരു വാഹനത്തെ കൊണ്ടുവരിക. കാരണം റേഞ്ച് ആങ്സൈറ്റി മാക്സിമം കുറച്ചിട്ട് ഒരു സിറ്റിയിൽ നിന്നും, ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നിന്നും മറ്റൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്ക് ഒറ്റത്തവണ ചാർജിൽ എത്തത്തക്ക രീതിയിൽ, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര ചാർജ് ഉണ്ടോ ആ ചാർജിൽ നിന്നും അടുത്തൊരു സ്റ്റേഷൻ എത്തുമ്പോഴത്തേക്കും നമ്മളുടെ ചാർജ് ബാക്കി വരത്തക്ക രീതിയിലായിരിക്കും ഈ ഇത്തരം വാഹനങ്ങളെ ഇനി ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഇലക്ട്രിക് കാറുകൾ വാങ്ങുന്ന ആളുകൾക്ക് റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.